ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ ഫ്രൈഡേതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ടൊരു 3 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ഇവിടെ പൊട്ടറ്റോ കട്ട് ചെയ്തിരിക്കുന്നത്. കനം കുറച്ച് നീളത്തിൽ, വല്ലാതെ കനം കുറച്ചിട്ടില്ല, ഇതേ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഒരു സ്ട്രെയിനറിലാക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ ചൂടാകുന്ന സമയത്ത് 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു സവോള, മീഡിയം സൈസ് സവോള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സവോള ചേർത്ത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി നോക്കൂ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലേക്ക് ഒരു 6-7 വെള്ളുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൂടെ തന്നെ നമ്മൾക്ക് ആ പൊട്ടറ്റോ കഴുകി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് നമ്മൾക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സവോള, വെള്ളുള്ളി, പൊട്ടറ്റോ എല്ലാം നമ്മൾ ആ എണ്ണയിലും ഉപ്പിലും നമ്മൾക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ ആവിയിൽ അതൊന്ന് വെന്ത് വരട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുമ്പോൾ അറിയാം, പൊട്ടറ്റോ ഒക്കെ ഒന്ന് പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കുക. എന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് അളവിൽ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികൾ ചേർക്കുക. പെരിഞ്ജീരകത്തിൻ്റെയും വെള്ളുള്ളിയുടെയൊക്കെ നല്ല രുചിയായിരിക്കും, നല്ലൊരു മണമായിരിക്കും ഇതിന്. ഇതേപോലെ എന്തായാലും ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഒരല്പം ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾക്കിതാ പൊട്ടറ്റോ ഒക്കെ നല്ല നൈസായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/4 സ്പൂണിലധികം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഇളക്കി. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കൂടി നമ്മൾക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ഓണിയൻ ഫ്രൈ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് അടച്ച് വെച്ചൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ നല്ല ഒരു റെസിപ്പിയാണ്. കുട്ടികൾ ഇഷ്ടത്തോടെ കഴിച്ചോളും. തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഒരു സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.